പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തുടരുന്നു. ഉച്ചവരെ 50% പോളിംഗ്. മുർഷിദാബാദിലെ നേരിയ സംഘർഷം മാറ്റി നിർത്തിയാൽ കാര്യമായ അക്രമസംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 7 മണിയോടെ തന്നെ ഭൂരിഭാഗം പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും കാര്യമായ ക്യൂ ദൃശ്യമായിരുന്നു. പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നന്ദിഗ്രാമിൽ പ്രതിപക്ഷ നേതാവും ബി.ജെ.പി സ്ഥാനാർത്ഥിയുമായ സുവേന്ദു അധികാരി 7:30 വോട്ട് രേഖപ്പെടുത്തി. മുർഷിദാബാദിൽ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും വോട്ട് രേഖപ്പെടുത്തി. कलकत्ता फूड अच्छा है, पानी काम अच्छा, आदमी को अच्छा लगता है. केरला फूल अच्छा, कुली का जास्ती रेट है. फूल मेहनत करके आया वोट देने के लिए. ओके, खूब मेहनत. മുർഷിദാബാദിൽ ചിലയിടങ്ങളിൽ ഉന്തും തള്ളുമുണ്ടായി. ഇന്നലെ രാത്രി ഈ മേഖലയിൽ അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേക ജാഗ്രത പുലർത്തിയതാണ്. തൃണമൂൽ കോൺഗ്രസ് വിട്ടു രൂപീകരിച്ച AUP പാർട്ടിയുടെ നേതാവ് ഉമയൂൺ ഖബീറിനെ TMC പ്രവർത്തകർ ചില ബൂത്തുകളിൽ തടഞ്ഞത് സംഘർഷ സാഹചര്യമുണ്ടാക്കി. ഫിലിപ്പൈൻസ്, സ്വിറ്റ്സർലൻഡ്, ജോർജിയ തുടങ്ങി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ചില ബൂത്തുകളിലേക്ക് എത്തി. ജാർഗ്രാമിൽ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ആന എത്തിയത് കുറച്ചു നേരത്തേക്ക് നേരിയ ആശങ്ക സൃഷ്ടിച്ചു. 16 ജില്ലകളായി 152 മണ്ഡലങ്ങളിലേക്കാണ് ജനം വിധിയെഴുതുന്നത്. 1478 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. 2407 കമ്പനി കേന്ദ്ര സേനയെ സുരക്ഷയൊരുക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പൊടിപാറിയ പ്രചാരണത്തിനൊത്ത വിധമുള്ള പോളിംഗ് ആണ് ബംഗാളിൽ ഇതുവരെ രേഖപ്പെടുത്തിയത്. നന്ദിഗ്രാമിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.